ഹായ് സ്റ്റുഡൻസ്, 10ാം ക്ലാസ്സിലെ IT എക്സാമിന് തയ്യാറാകുന്ന നിങ്ങളുടെ ടെൻഷൻ കുറയ്ക്കുന്നതിനും പാഠഭാഗങ്ങൾ എത്രമാത്രം ഈസിയായി കൈകാര്യം ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഹായ് സ്റ്റുഡൻസ്, 10ാം ക്ലാസ്സിലെ ആനുവൽ IT എക്സാമിന് ഒന്നാമത്തെ ചാപ്റ്ററായ ഡിസൈൻ ഫാക്ടറി എന്ന ചാപ്റ്ററിൽ നിന്നും എക്സാമിന് വരാൻ സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസ്: മാതൃകയിലേതുപോലെ ഒരു പ്ലേ ബട്ടൺ ബാനർ ഇങ്ക് സ്കേപ്പിൽ തയ്യാറാക്കുക. ചതുരം വരച്ച് നിറം നൽകുക. സ്ട്രോക്ക് കളർ ഒഴിവാക്കുക. പ്ലേ എന്ന ടെക്സ്റ്റ് ചേർത്ത് മാതൃകയിലേതുപോലെ ക്രമീകരിക്കുക. അതിന്റെ ഫോണ്ട് സയൻസ് സെരിഫ് ആയിരിക്കണം. വൃത്തം നിർമ്മിച്ച് നിറം നൽകുക. സ്ട്രോക്കിന്റെ വിഡ്ത്ത് ആവശ്യാനുസരണം വർദ്ധിപ്പിക്കുക. വൃത്തത്തിന് മുകളിലായി മാതൃകയിലെ ഷേപ്പ് വരച്ച് നിറം നൽകുക. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ഫയൽ പൂർത്തിയാക്കിയതിനു ശേഷം രജിസ്റ്റർ നമ്പർ പ്ലേ ബട്ടൺ .png എന്ന പേരിൽ എക്സാം 10 പ്രോഡക്റ്റ് എന്ന ഫോൾഡറിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക. ഇത് തയ്യാറാക്കുന്നതിനായി ആദ്യം നമ്മൾ ഇങ്ക് സ്കേപ്പ് എന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യണം. താഴെ ഷോ ആപ്ലിക്കേഷൻസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആവശ്യമായ സോഫ്റ്റ്വെയർ നമുക്ക് ഇവിടുന്ന് തിരഞ്ഞെടുക്കാം. എന്നാൽ ആക്ടിവിറ്റീസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സെർച്ച് ബോക്സിൽ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട സോഫ്റ്റ്വെയറിന്റെ ഫസ്റ്റ് 2 ലെറ്റർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയർ അവിടെ വരും. അത് നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. നമ്മൾ ഇങ്ക് സ്കേപ്പ് ഓപ്പൺ ചെയ്തു. ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ. ലെഫ്റ്റ് സൈഡിലായിട്ട് ടൂൾ ബോക്സ് കാണാം. താഴെ നമുക്ക് കളർ ബോക്സ് ഉണ്ട്. മുകളിലായിട്ട് മെനു ബാർ ഉണ്ട്. ഈ ടൂൾ ബോക്സിലെ ടൂളുകൾ ഉപയോഗിച്ചാണ് നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. ലെഫ്റ്റ് സൈഡിലുള്ള റെക്ടാംഗിൾ ടൂൾ ഉപയോഗിച്ച് ആദ്യം നമ്മളൊരു ചതുരം വരയ്ക്കുന്നു. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് പോലെയുള്ള കളർ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ താഴെ നിന്ന് നമ്മളൊരു കളർ സെലക്ട് ചെയ്തെടുത്തു. റെക്ടാംഗിൾ ടൂളിന് കളർ നൽകി. അടുത്തതായിട്ട് പ്ലേ എന്ന ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് ചേർക്കാനായി ടൂൾ ബോക്സിലെ ടെക്സ്റ്റ് ടൂൾ എന്ന ടൂൾ സെലക്ട് ചെയ്ത് റെക്ടാംഗിൾ ടൂളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പ്ലേ എന്ന് ടൈപ്പ് ചെയ്യും. പ്ലേ എന്ന് ടൈപ്പ് ചെയ്തു. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഇതിന്റെ സെലക്ഷൻ ഒന്ന് വലുതാക്കി കൊടുത്തു കഴിഞ്ഞാൽ അക്ഷരത്തിന്റെ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനുമായിട്ട് പറ്റും. ഇനി ടെക്സ്റ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ടെക്സ്റ്റ് എന്ന മെനുവിലെ ടെക്സ്റ്റ് ആൻഡ് ഫോണ്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് ആൻഡ് ഫോണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മളോട് ഫോണ്ട് സെരിഫ് എന്ന് പറയുന്ന ഫോണ്ടാണ് നമ്മളോട് സെലക്ട് ചെയ്താൽ സയൻസ് സെരിഫ് എന്ന് പറയുന്ന ഫോണ്ടാണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആൽഫബറ്റിക് ഓർഡറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. സയൻസ് സെരിഫ് എന്ന ഫോണ്ട് സെലക്ട് ചെയ്ത് താഴെ അപ്ലൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം ബോൾഡ് ആക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലെ ബോൾഡ് എന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഫോണ്ട് സൈസ് കൂട്ടണമെങ്കിൽ ഇവിടെ സൈസ് എത്രയാണ് നമുക്ക് വേണ്ടത് അത് ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയാണ് ടെക്സ്റ്റിന് വരുത്തേണ്ട മാറ്റങ്ങൾ. അടുത്തതായിട്ട് നമുക്ക് ഒരു സർക്കിൾ ടൂൾ ഉപയോഗിച്ച് ഒരു വൃത്തം വരയ്ക്കണം. സർക്കിൾ ടൂൾ സെലക്ട് ചെയ്തു. ഒരു വൃത്തം വരച്ചു. വൃത്തത്തിന്റെ കളർ നൽകുന്നതിനായി താഴെ കളർ പാലറ്റിൽ നിന്നും കളർ സെലക്ട് ചെയ്യണം. ഇപ്പോ പ്ലേ ബട്ടൺ റെക്ടാംഗിൾ ടൂളിന്റെ അതേ കളർ തന്നെയാണ് നമുക്ക് സർക്കിൾ ടൂളിന് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലായിരിക്കും സർക്കിൾ ടൂളിന് ഒരു ഗ്രേഡിയന്റ് എഫക്റ്റും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്ട്രോക്ക് കളറും നൽകിയിട്ടുണ്ട്. അപ്പൊ ഇത് നൽകുന്നതിനായിട്ട് ആദ്യം നമുക്ക് ഇതിന്റെ ഗ്രേഡിയന്റ് കളർ നൽകും. അതിനായിട്ട് ഒന്നുകിൽ ഒബ്ജക്റ്റ് മെനുവിലെ ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഒബ്ജക്റ്റിലെ ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു ബോക്സ് വരും. ഇതിൽ ഫിൽ എന്ന് എഴുതിയതിന്റെ തൊട്ട് താഴെയായി ഫ്ലാറ്റ് കളർ ഉണ്ട്, ലീനിയർ ഗ്രേഡിയന്റ് ഉണ്ട്, റേഡിയൽ ഗ്രേഡിയന്റ് ഉണ്ട്. ലീനിയർ ഗ്രേഡിയന്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ 2 നോഡുകൾ കാണാനായിട്ട് കഴിയും. ഈ 2 നോഡുകൾക്കും നമുക്ക് ആവശ്യമുള്ള കളറുകൾ നൽകാനായിട്ട് പറ്റും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ വൃത്തത്തിനെ സെലക്ട് ചെയ്തതെങ്കിൽ നമുക്ക് നോഡുകൾ സെലക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോ എന്ത് ചെയ്യണം? ടൂൾ ബോക്സിൽ തൊട്ട് താഴെയായിട്ട് എഡിറ്റ് പാത്ത് ബൈ നോഡ് എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ സർക്കിൾ ടൂൾ ഉപയോഗിച്ച് തന്നെ സെലക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ 2 നോഡുകളും സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഏതെങ്കിലും ഒരു നോഡിൽ ക്ലിക്ക് ചെയ്ത് അതിനാവശ്യമായ കളറുകൾ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തെടുക്കാം. പിന്നെ അടുത്തത് നമ്മൾ റേഡിയൽ ഗ്രേഡിയന്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് റേഡിയൽ ഗ്രേഡിയന്റ് ആണ്. അപ്പൊ നമ്മൾ ഈ നോഡിനെ സെലക്ട് ചെയ്ത് ഏത് കളറാണോ നമുക്ക് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത് ആ കളറ് സെയിം കളർ പോലെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കാം.
ഓക്കെ, സെന്ററിലെ നോഡ് സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ മൗസ് ക്ലിക്ക് കൊണ്ടുവെക്കുന്ന സമയത്ത് ഒരു റെഡ് കളർ കാണും. ആ റെഡ് കളറിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആ സെന്ററിലെ ബട്ടൺ ബ്ലൂ കളറായിട്ട് മാറും. അതിനുശേഷം നമുക്ക് ആ സെന്ററിൽ ഏത് കളറാണോ ലൈറ്റ് ആയിട്ട് വരേണ്ടത് ആ കളർ സെലക്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ റേഡിയൽ ഗ്രേഡിയന്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് ഇതിനൊരു സ്ട്രോക്ക് പെയിന്റ് നൽകണം. ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ഒരു സ്ട്രോക്ക് പെയിന്റ് നൽകിയിട്ടുണ്ട്. ആ സ്ട്രോക്ക് പെയിന്റ് നൽകുന്നതിനായിട്ട് ഒന്നുകിൽ നമ്മൾ കളർ ബോക്സിലെ കളറില് ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചുകൊണ്ട് പ്രസ് ചെയ്യുക. കീബോർഡിലെ ഷിഫ്റ്റ് അമർത്തി പിടിച്ചുകൊണ്ട് നമ്മൾ ഒരു കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ട്രോക്ക് പെയിന്റ് വരും. താഴെ ഫിൽ സ്ട്രോക്ക് എന്നെഴുതിയ ബട്ടണിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മൾ സെലക്ട് ചെയ്ത കളർ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിന് ആ കളർ നമുക്ക് കാണാൻ കഴിയില്ല. എന്തുകൊണ്ടാണെന്നാൽ നിങ്ങൾ ഈ സ്ട്രോക്ക് ആൻഡ് ഫിൽ ആൻഡ് സ്ട്രോക്ക് ബട്ടണിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ ഒബ്ജക്റ്റ് മെനുവിലെ ഫിൽ ആൻഡ് സ്ട്രോക്ക് ക്ലിക്ക് ചെയ്യുകയോ ചെയ്താൽ റൈറ്റ് സൈഡില് ഈ കളർ പാലറ്റ് നമുക്ക് കാണാൻ കഴിയുമെന്ന് പറഞ്ഞിരുന്നു. ഇതില് സ്ട്രോക്ക് പെയിന്റ് ബട്ടണിൽ നിന്നും സ്ട്രോക്ക് പെയിന്റിലേക്ക് ഏത് കളറാണോ നമുക്ക് ആവശ്യമുള്ളത് ആ കളർ സെലക്ട് ചെയ്യാം. തുടർന്ന് സ്ട്രോക്ക് സ്റ്റൈൽ എന്ന ബട്ടണില് സ്ട്രോക്കിന്റെ വിഡ്ത്ത് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിഡ്ത്ത് നമുക്ക് സെലക്ട് ചെയ്യാം. അല്ല എങ്കിൽ ആവശ്യാനുസരണം ക്വസ്റ്റ്യനിൽ ഉള്ളതുപോലെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അതേ രൂപത്തിൽ ഒരു സ്ട്രോക്ക് പെയിന്റ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ടൂളിനെ നമ്മള് സർക്കിൾ ടൂളിനെ നമ്മൾ സെലക്ട് ചെയ്ത് ഈ ഒബ്ജക്റ്റിന്റെ സൈഡിലേക്കായിട്ട് മാറ്റി വെക്കും. അതിന്റെ സൈസ് എത്രയാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യണം. പിന്നെ ചെയ്യേണ്ടത് ഈ രണ്ട് ഒബ്ജക്റ്റുകൾ ഒരുമിച്ച് സെലക്ട് ചെയ്യും. ഒരുമിച്ച് സെലക്ട് ചെയ്യാനായി സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് ഇതിനെ ഇതുപോലെ സെലക്ട് ചെയ്യും. അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ച് രണ്ടാമത്തെ ഒബ്ജക്റ്റിലും സെലക്ട് ചെയ്യുക. രണ്ട് ഒബ്ജക്റ്റുകളും ഒരുമിച്ച് സെലക്ഷൻ ആവും. ആദ്യം പ്ലേ എന്ന ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് കീ അമർത്തി പിടിക്കുക, രണ്ടാമത്തെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് രണ്ടും ഒരുമിച്ച് ഇതുപോലെ ഒരു റെക്ടാംഗിൾ ആയിട്ട് സെലക്ട് ചെയ്യുക. ഒബ്ജക്റ്റ് മെനുവിലെ ഗ്രൂപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇത് രണ്ടും ഒരുമിച്ച് ഗ്രൂപ്പായി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിന്റെ സൈസ് എത്രയാണോ നമുക്ക് വേണ്ടത് ആ വലുപ്പത്തിലേക്ക് സെറ്റ് ചെയ്യുക. ഈ ബട്ടൺ ഇവിടെയും കൊണ്ടുവയ്ക്കും. അടുത്തതായിട്ട് ഇവിടെ ഒരു ഷേപ്പ്, ഒരു 3D ഒരു ത്രികോണാകൃതിയിൽ ഒരു ഷേപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. അത് സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ക്രിയേറ്റ് സ്റ്റാർസ് ആൻഡ് പോളിഗൺ എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. ഈ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കോർണർ ഒരുപക്ഷെ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ 5 ആയിരിക്കും കാണുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ 3 ആയിട്ട് മാറ്റിയതിന് ശേഷം ഇവിടെ ഒരു ഷേപ്പ് വരയ്ക്കുക. ഈ ഷേപ്പില് നമ്മുടെ സ്ട്രോക്ക് പെയിന്റ് നമുക്ക് ആവശ്യമില്ല. എങ്ങനെയാണ് കളയുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചുകൊണ്ട് കളർ പാലറ്റിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഇൻഡു മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്ട്രോക്ക് പെയിന്റ് നമുക്ക് കളയാൻ കഴിയും. ഇനി അതല്ല, ഒബ്ജക്റ്റ് മെനുവിലെ ഫിൽ ആൻഡ് സ്ട്രോക്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്ട്രോക്ക് പെയിന്റ് എന്ന ഓപ്ഷനിൽ ഇൻഡു മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ട്രോക്ക് പെയിന്റിനെ ഒഴിവാക്കാം. ഇനി ഫിൽ പെയിന്റ് വേണ്ട എങ്കിലും ഫില്ലിന്റെ നോ പെയിന്റ് എന്ന ഈ സ്റ്റാർ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഫിൽ പെയിന്റ് ഒഴിവാക്കാം. ഒന്നാമത്തെ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ കളറ് സെലക്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പൊ ഇങ്ങനെയാണ് ഫിൽ ആൻഡ് സ്ട്രോക്ക് കളറുകൾ ഉൾപ്പെടുത്തുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചുകൊണ്ട് കളർ പാലറ്റിലെ കളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോക്ക് പെയിന്റ് നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചുകൊണ്ട് കളർ പാലറ്റിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള നൺ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സ്ട്രോക്ക് പെയിന്റ് ഒഴിവാക്കാം. ഇനി ഫിൽ പെയിന്റ് ഒഴിവാക്കാനാണെങ്കിൽ ഇൻഡു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫിൽ പെയിന്റ് ഉൾപ്പെടുത്താൻ കളർ ബോക്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ വൈറ്റ് കളർ ആണ് വേണ്ടത്. വൈറ്റ് കളർ സെലക്ട് ചെയ്തു. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഇതിന്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്കുക. ഈ ഒബ്ജക്റ്റിനെ റീസൈസ് ചെയ്യാനായി സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് അതിനെ റീസൈസ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഇതേ ഒബ്ജക്റ്റിൽ ഒരു തവണ കൂടി ക്ലിക്ക് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് റൊട്ടേഷൻ കിട്ടും. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഒന്നുകൂടി അതിനെ റീസൈസ് ചെയ്യുക. അത് എവിടെയാണോ വേണ്ടത് അവിടെ സെറ്റ് ചെയ്യുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് നമ്മൾ ഇതിനെ നീക്കി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അതിന്റെ സെന്ററിലേക്ക് ആയിക്കോണമെന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് ഒബ്ജക്റ്റുകൾ ഒരുമിച്ച് സെലക്ട് ചെയ്യണം. അതിനായിട്ട് ആദ്യം ഒരു ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യണം. ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് അടുത്ത ഒബ്ജക്റ്റിനും സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഒരുമിച്ച് രണ്ട് ഒബ്ജക്റ്റുകൾ ഇങ്ങനെ സെലക്ട് ചെയ്യണം. അതിനുശേഷം ഒബ്ജക്റ്റ് മെനുവില് അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ
ഇവിടെ ലാസ്റ്റ് സെലക്ടഡ് എന്ന ഓപ്ഷനാണ് സെലക്ഷൻ ആയിരിക്കേണ്ടത്. തൊട്ട് താഴെയായിട്ട് സെന്റർ ഓൺ വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ട് താഴെയായിട്ട് സെന്റർ ഓൺ ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒബ്ജക്റ്റ് കറക്റ്റ് സെന്ററിലേക്ക് മാറിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി വീണ്ടും നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ രണ്ട് ഒബ്ജക്റ്റുകൾ ഒരുമിച്ച് സെലക്ട് ചെയ്യുക. ഒബ്ജക്റ്റ് മെനുവിലെ ഗ്രൂപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരുമിച്ചാകും. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഗ്രൂപ്പ് ചെയ്ത ഒബ്ജക്റ്റിനെ തിരിച്ച് അൺഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ ഒബ്ജക്റ്റ് മെനുവിലെ അൺഗ്രൂപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് സെപ്പറേറ്റ് മാറ്റാനായിട്ട് പറ്റും. ഇനി കൺട്രോൾ Z കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എഡിറ്റിൽ അൺഡു ക്ലിക്ക് ചെയ്താൽ തൊട്ട് മുന്നേ എന്താണോ നമ്മൾ ചെയ്തത് ആ രൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. വീണ്ടും നമ്മൾ അത് സെലക്ട് ചെയ്തു, ഒബ്ജക്റ്റിലെ ഗ്രൂപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഒരുമിച്ച് മാറ്റാം. ഇനി നമ്മളിപ്പോ ഈ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഈ ബട്ടൺ റെക്ടാംഗിളിന്റെ തൊട്ട് മുകളിലായിട്ട് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ അത് ബാക്കിലേക്ക് മാറ്റണമെങ്കിൽ ഒബ്ജക്റ്റ് മെനുവിലെ ലോവർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് തൊട്ട് ബാക്കിലേക്ക് മാറ്റാം. ഇനി സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒബ്ജക്റ്റ് മെനുവിലെ റേസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താലും മതി. ഇനി നമ്മൾ ഈ സെറ്റ് ചെയ്ത ഒബ്ജക്റ്റിനെ നമ്മൾ പേജിന്റെ വലിപ്പത്തിലേക്ക് റീസൈസ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഈ ഒബ്ജക്റ്റ് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്, പക്ഷെ നമ്മളുടെ പേജിന്റെ സൈസ് ഇതാണ്. ഈ പേജിനെ നമ്മൾ സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റിന്റെ വലിപ്പത്തിലേക്ക് മാറ്റാൻ ഒബ്ജക്റ്റ് മുഴുവനായി സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റ് മെനുവിലെ ഗ്രൂപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇപ്പൊ നമ്മളുടെ ഒബ്ജക്റ്റ് എല്ലാം കൂടി ഒരു ഗ്രൂപ്പായിട്ട് മാറിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ പേജിന്റെ വലിപ്പത്തിലേക്ക് റീസൈസ് ചെയ്യുന്നതിനായിട്ട് ഫയൽ മെനുവിലെ ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റീസൈസ് പേജ് ടു കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. തൊട്ടു താഴെയായിട്ട് റീസൈസ് പേജ് ടു ഡ്രോയിങ് ഓർ സെലക്ഷൻ എന്നൊരു ബട്ടണും കൂടി കാണാൻ കഴിയും. ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ സ്ക്രീനിലേക്ക് നോക്കൂ, നമ്മുടെ ഒബ്ജക്റ്റിന്റെ അതേ വലുപ്പത്തിലേക്ക് പേജ് റീസെറ്റ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിതിൽ സേവ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ഇതിനെ നമ്മൾ സേവ് ചെയ്യണം. പൂർത്തിയായ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ പ്ലേ ബട്ടൺ .png എന്ന പേരിൽ exam10 പ്രൊഡക്റ്റ് എന്ന ഫോൾഡറിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു ഫയലിന് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്യേണ്ട ഒബ്ജക്റ്റിനെ ആദ്യം ഒന്ന് സെലക്ട് ചെയ്യണം. അത് മറക്കാൻ പാടില്ല. എക്സ്പോർട്ട് ചെയ്യേണ്ട ഒബ്ജക്റ്റിനെ ഒന്ന് സെലക്ട് ചെയ്യുക. ഫയൽ മെനുവിലെ എക്സ്പോർട്ട് PNG ഇമേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് എക്സ്പോർട്ട് ആസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഏത് ഫോൾഡറിലാണോ നമ്മൾ സേവ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ ഫോൾഡർ സെലക്ട് ചെയ്യണം. ഇവിടെ ഹോം ഫോൾഡറിൽ exam10 പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഫോൾഡറിലേക്കാണ് നമ്മൾ സേവ് ചെയ്യേണ്ടതായിട്ടുള്ളത്. എക്സാമിന്റെ സമയത്ത് നിങ്ങൾക്ക് ഹോം ഫോൾഡറിൽ exam10 പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടായിരിക്കും. ആ ഫോൾഡറിലാണ് നിങ്ങൾ സേവ് ചെയ്യേണ്ടത്. ആ exam10 പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ആണ് അവിടെ ഫയൽ നെയിമായി കൊടുക്കേണ്ടത്. ആനുവൽ എക്സാമിന് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടായിരിക്കും. ആ രജിസ്റ്റർ നമ്പർ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്യുക. ഷിഫ്റ്റ് മൈനസ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അണ്ടർസ്കോർ വരും. അതിനുശേഷം ഫയൽ നെയിം എന്താണോ നൽകിയിരിക്കുന്നത് ആ ഫയൽ നെയിം ടൈപ്പ് ചെയ്ത് .png എന്ന ഫോർമാറ്റിലേക്കാണ് നമ്മൾ മാറ്റുന്നത്. പക്ഷെ സേവ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് PNG ഫോർമാറ്റിലേക്ക് അത് സേവ് ആകും. തുടർന്ന് എക്സ്പോർട്ട് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മളുടെ ഫയല് നമ്മളുടെ ഫോൾഡറിലേക്ക് സേവ് ആയിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് നമ്മളുടെ ഇങ്ക്സ്കേപ്പ് ഒന്ന് ക്ലോസ് ചെയ്യുക. സേവ് ചെയ്യാൻ പറയുന്നുണ്ട് എങ്കിൽ ഫയൽ മെനുവിലെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എക്സ്പോർട്ടിന് പകരം സേവ് ആണ് ചെയ്യുന്നതെങ്കിൽ ഹോം എന്ന ഫോൾഡറിൽ exam10 പ്രൊഡക്റ്റ് എന്ന ഫോൾഡർ തുറന്ന് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ നമ്മളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഫയൽ നെയിം സേവ് ക്ലിക്ക് ചെയ്യുക. സേവ് ചെയ്യാൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മുടെ ഫയൽ ക്ലോസ് ചെയ്തു. തുടർന്ന് നമ്മൾ സേവ് ചെയ്ത ഫയല് ഹോമിലെ exam10 പ്രൊഡക്റ്റ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ നൽകിയ ഫയല് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇത് SPG ഫോർമാറ്റിൽ ചെയ്ത ഫയല് സേവ് ചെയ്തതാണ്. ഇവിടെ നമ്മൾ PNG ഫോർമാറ്റിൽ ചെയ്ത ഫയല് നമ്മളുടെ എക്സ്പോർട്ട് ചെയ്ത ഫയലാണ്. ഇതാണ് നമ്മളുടെ ഇങ്ക്സ്കേപ്പിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇങ്ക്സ്കേപ്പിൽ നിന്നും വന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്.
മാതൃകയിലേതുപോലെ ഇങ്ക്സ്കേപ്പിൽ ഒരു ലോഗോ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വൃത്തം വരച്ച് ഫിൽ കളർ നൽകണം. സ്ട്രോക്കിന്റെ വെട്ട് 7 mm ആക്കി നൽകണം. ചിത്രത്തിലെ ഷേപ്പ് നിർമ്മിച്ച് മാതൃകയിലേതുപോലെ നിറം നൽകി സ്ട്രോക്ക് കളർ വൈറ്റ്, സ്ട്രോക്കിന്റെ വെട്ട് 5 mm എന്നിവ നൽകണം. ഇലക്ട്രിസിറ്റി എന്ന് ടൈപ്പ് ചെയ്ത് ചേർക്കണം. ചിത്രങ്ങളും ടെക്സ്റ്റും മാതൃകയിലേതുപോലെ ക്രമീകരിക്കണം. പൂർത്തിയായ ഫയല് രജിസ്റ്റർ നമ്പർ _ഇലക്ട്രിസിറ്റി എന്ന പേരിൽ എക്സാം 10 പ്രൊഡക്റ്റിൽ സേവ് ചെയ്യണം. ഇതിനായി നമ്മൾ ആദ്യം ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യണം. ആക്ടിവിറ്റീസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം IN എന്ന് ടൈപ്പ് ചെയ്താൽ ഇങ്ക്സ്കേപ്പിന്റെ സോഫ്റ്റ്വെയർ നമുക്ക് കാണാൻ കഴിയും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ടൈം ടു ഡ്രോ ബട്ടൺ സെലക്ട് ചെയ്ത് ന്യൂ ഡോക്യുമെന്റിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ആയി വരും. അടുത്തതായി സർക്കിൾ ടൂൾ സെലക്ട് ചെയ്ത് ഒരു വൃത്തം വരയ്ക്കുക. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് അതിന്റെ ഷേപ്പിൽ ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിലേക്ക് നമുക്ക് മാറ്റം വരുത്താനായിട്ട് പറ്റും. ഇനി നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് വൃത്തത്തിന്റെ ഫിൽ കളർ ഒഴിവാക്കിക്കൊണ്ട് സ്ട്രോക്ക് പെയിന്റ് മാത്രം നൽകാനാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് താഴെ കളർ ബോക്സിൽ നിന്ന് നമുക്ക് ആവശ്യാനുസരണം ഫിൽ കളർ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഫിൽ കളർ ഒഴിവാക്കണമെങ്കിൽ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലെ ഇൻടു മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ ഫിൽ കളർ നമുക്ക് ഒഴിവാക്കാം. ഇനി സ്ട്രോക്ക് പെയിന്റ് ഉൾപ്പെടുത്തണമെങ്കിൽ ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചുകൊണ്ട് കളർ ബോക്സിലെ കളറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അതേ കളർ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബ്ലാക്ക് കളറാണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ബ്ലാക്ക് കളർ നമ്മൾ ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചുകൊണ്ട് ബ്ലാക്ക് കളറിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സർക്കിളിന് കളർ നൽകി. ഇനി ഷേപ്പ് ടൂൾ ഉപയോഗിച്ച് ഡ്രോ ബ്രേസ് ബേസിയർ കർവ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ഷേപ്പ് വരയ്ക്കണം. ഷേപ്പ് ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. ഈ ഒരു ഷേപ്പാണ് നൽകേണ്ടത്. അതിന്റെ സ്ട്രോക്ക് കളർ വൈറ്റും വിഡ്ത്ത് 5 mm ആണ് ആക്കി കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ടൂൾ സെലക്ട് ചെയ്തു. തന്നിരിക്കുന്ന ആകൃതിയിൽ നമ്മളൊരു ഷേപ്പ് വരയ്ക്കണം. ഫിൽ കളറായിട്ട് റെഡ് കളർ സെലക്ട് ചെയ്തു. ഇതിനായിട്ട് സ്ട്രോക്ക് കളർ നൽകാൻ ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചുകൊണ്ട് വൈറ്റ് കളർ സെലക്ട് ചെയ്യാം. വൈറ്റ് കളർ നമുക്കവിടെ കാണാൻ കഴിയുന്നില്ല. ഒബ്ജക്റ്റിലെ ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് സ്ട്രോക്ക് പെയിന്റ് നമുക്ക് വൈറ്റ് കളർ സെലക്ട് ചെയ്യാം. സ്ട്രോക്ക് സ്റ്റൈലിന്റെ വിഡ്ത്ത് ഒന്ന് കൂട്ടിക്കൊടുക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ മാതൃകയിൽ തന്നിരിക്കുന്നത് പോലെ ഒബ്ജക്റ്റിന് കളർ നൽകാനായി കഴിഞ്ഞിട്ടുണ്ട്. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് അതിൻ്റെ ഷേപ്പിൽ സൈസിൽ ഒക്കെ വ്യത്യാസം വരുത്തിയിട്ട് ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം. ഇനി ഇതിനെ ഇലക്ട്രിസിറ്റി എന്ന് താഴെ ടൈപ്പ് ചെയ്ത് നൽകിയതിന് ശേഷം മാതൃകയിലേതുപോലെ ക്രമീകരിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് 2 ഒബ്ജക്റ്റുകൾ ഒരുമിച്ചായിട്ട് സെലക്ട് ചെയ്യണം. ഒന്നുകിൽ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ച് രണ്ടാമത്തെ ഒബ്ജക്റ്റിലും സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റ് മെനുവിലെ ഗ്രൂപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എല്ലാ ഒബ്ജക്റ്റുകളും ഒരുമിച്ച് സെലക്ഷൻ ആയിരിക്കുന്നത് കാണാം. ഓക്കെ, സെലക്ട് ചെയ്ത് അതിൻ്റെ സൈസൊക്കെ റീസൈസ് ചെയ്ത് വെച്ചു. ഇനി നമുക്കിവിടെ ഇലക്ട്രിസിറ്റി എന്ന് ടൈപ്പ് ചെയ്ത് ചേർക്കണം. ഇലക്ട്രിസിറ്റി എന്ന് ടൈപ്പ് ചെയ്ത് ചേർക്കുന്നതിനായിട്ട് ടെക്സ്റ്റ് ടൂൾ എടുക്കുക. നമ്മളുടെ സ്ക്രീനിൽ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇലക്ട്രിസിറ്റി എന്ന് ടൈപ്പ് ചെയ്തു. ഇലക്ട്രിസിറ്റി എന്ന് ടൈപ്പ് ചെയ്തതിൻ്റെ ടെക്സ്റ്റ് സെലക്ട് ചെയ്തു. അതിൻ്റെ സൈസ് ഒന്ന് കൂട്ടിക്കൊടുത്തു. തന്നിരിക്കുന്നത് പോലെ കളർ സെലക്ട് ചെയ്തു. സ്ക്രീനിൽ എവിടെയാണോ സെറ്റ് ചെയ്യേണ്ടത് അവിടേക്ക് മാറ്റിവെച്ചു. സൈസ് വേണ്ടതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി വെക്കുക. താഴെ സെറ്റ് ചെയ്തു. വീണ്ടും ഒരുമിച്ച് എല്ലാ ഒബ്ജക്റ്റുകളും കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റ് മെനുവിലെ ഗ്രൂപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ ഒബ്ജക്റ്റ് എല്ലാം കൂടി ഒരുമിച്ച് സെലക്ഷനായി. ഇനി നമുക്ക് ചെയ്യേണ്ടത് പേജിന് റീസൈസ് ചെയ്യണം. നമ്മൾ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിന്റെ വലുപ്പത്തിലേക്ക് പേജിന് റീസൈസ് ചെയ്യാനായിട്ട് ഫയലിൽ ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ റീസൈസ് പേജ് ടു കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. തൊട്ട് താഴെയായി റീസൈസ് പേജ് ടു ഡ്രോയിങ് ഓർ സെലക്ഷൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ ഒബ്ജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിന്റെ വലുപ്പത്തിലേക്ക് പേജ് റീസൈസ് ആയിട്ടുണ്ട്. ഇതിനെ ഇനി എക്സ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് എക്സാം 10 എന്ന ഫോൾഡറിലേക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫയൽ മെനുവിലെ എക്സ്പോർട്ട് PNG ഇമേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എക്സ്പോർട്ട് ആസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഹോം ഫോൾഡറിലുള്ള
എക്സാം 10 പ്രൊഡക്റ്റിലാണ് നമ്മുടെ എക്സാമിന് സേവ് ചെയ്യേണ്ടത്. നമ്മൾ എക്സാം 10 പ്രൊഡക്റ്റ് എന്ന ഫോൾഡർ സെലക്ട് ചെയ്തു. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, ഹോൾ ടിക്കറ്റിലെ രജിസ്റ്റർ നമ്പർ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്യുക. ഷിഫ്റ്റ് മൈനസ് കൊടുക്കുമ്പോൾ ഒരു അണ്ടർസ്കോർ വരും. അതിൽ ഫയലിന്റെ പേര് എന്താണോ നൽകാൻ പറഞ്ഞിരിക്കുന്നത് ആ പേര് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇലക്ട്രിസിറ്റി എന്നാണ് അവിടെ ടൈപ്പ് ചെയ്ത് ചേർക്കേണ്ടത്. അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയ ഫയല് എക്സാം 10 പ്രൊഡക്റ്റ് എന്ന ഫോൾഡറിലേക്ക് സേവ് ആയിട്ടുണ്ട്. സേവ് ചെയ്യണമെങ്കിൽ ഫയലിൽ സേവ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഹോം ഫോൾഡറിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ വീണ്ടും രജിസ്റ്റർ നമ്പർ നൽകി അണ്ടർസ്കോർ ഫയൽ നെയിം നൽകി സേവ് ചെയ്യുക. ഇലക്ട്രിസിറ്റി എന്ന പേര് നൽകി സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ.